കേരളത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന കള്ളം എത്ര പേരത് വിഴുങ്ങിയിട്ടുണ്ടാവും? വർഗീയ വംശീയ വ്യാജങ്ങൾ പറഞ്ഞ് മനുഷ്യരെ കലാപത്തിന് കോപ്പുകൂട്ടുകയാണ്. ആ പരിപാടി ഈ കേരളത്തിൽ നടക്കില്ല എന്ന് ഉറപ്പോടെ പറയാൻ മുഖ്യധാരയിൽ നേതാവില്ല കേരളത്തിൽ. കാറ് കയറ്റുന്നതല്ല പ്രശ്നം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയ വർത്തമാനത്തിനെതിരെ കേസില്ല. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ മനുഷ്യർക്കെതിരെ പറഞ്ഞ വംശീയ വർഗീയ വിദ്വേഷത്തിന് എതിരെ ഒരു കേസ് പോലും ഈ നാട്ടിലില്ല. അപ്പൊ ഈ കേരളത്തെ ഒരു വർഗീയ വിഭജന ഭൂമിയാക്കാൻ, കലാപ ഭൂമിയാക്കാൻ ഒരാൾ ഇറങ്ങി തിരിച്ചിരിക്കുമ്പോ അയാളോട് ഈ നാട്ടിലത് പറ്റില്ല എന്ന് പറയാൻ നിഷാദ് ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. പ്രവീൺ തൊഗാഡിയക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാ നിഷാദ്? കേരളത്തിൽ ഉമ്മൻചാണ്ടിയാണോ? പ്രവീൺ തൊഗാഡിയെ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തവരെ സമീകരിക്കാൻ പരിശ്രമിച്ചല്ലോ. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തതാരാണ്? വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തതാരാണ്? രമേശ് ചെന്നിത്തല. നിങ്ങളെടുത്തോ? അവരാണ്. അത് മാത്രമല്ല, വേറെ പല കേസിലും ഇന്ത്യയുടെ ചരിത്രം എടുത്താലും അവരപ്പുറത്ത്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളാണോ? നിങ്ങൾ വലിയ പെർഫെക്റ്റ് ഇടതുപക്ഷക്കാരല്ലേ? നിങ്ങൾ പെർഫെക്റ്റ് ഇടതുപക്ഷക്കാരല്ലേ? വെള്ളാപ്പള്ളി നടേശൻ RSSന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ വെള്ളാപ്പള്ളി കേസെടുത്തോ? രമേശ് ചെന്നിത്തല എടുത്തു. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റിനെ ഇടതുപക്ഷത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ദുർവ്യാഖ്യാനിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ തെറ്റായി ധരിപ്പിച്ച് കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ കൈ കൊടുത്താൽ കർണാടകത്തിലെ പോലെ അവർ മതന്യൂനപക്ഷങ്ങളെ ഞാൻ വിചാരിച്ച തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ?